എൻ്റെ പേര് AK നസീർ. ഞാൻ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. സെൻട്രൽ സോണിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് BJPയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ന്യൂനപക്ഷ മോർച്ചയുടെ ആൾ ഇന്ത്യ തലത്തിലും മറ്റ് സംസ്ഥാനത്തിൻ്റെ ചുമതലയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. 1994 മുതൽ ഞാൻ കഴിഞ്ഞ 3 വർഷം മുമ്പ് രാജിവെക്കുന്നതുവരെ സജീവമായ ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ രാജിവെക്കാനുള്ള കാരണമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് അന്വേഷിക്കുന്നത്. കാരണം സംഘടനയിൽ കഴിഞ്ഞ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരാൾ ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ സജീവമായ സാന്നിധ്യം പാർട്ടിക്ക് വേണ്ടിയിട്ട് കേരളത്തിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിരവധി പാർട്ടി തലത്തിലുള്ള അന്വേഷണങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ എന്നെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ട് കമ്മീഷൻ വെച്ചത് എന്നെയും പാർട്ടിയുടെ അന്നത്തെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ KP ശ്രീശൻ മാഷയായിരുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടിന് ശേഷം പിന്നീട് നമ്മളോട് ഒരു സഹകരണത്തിൽ വളരെ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പാർട്ടിയുടെ നേതൃത്വം മാറിയപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നും വിട്ടുമാറേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഞാൻ 3 വർഷം മുമ്പ് രാജിവെച്ചത്. രാജിവെച്ചതിന് ശേഷം സംഘടനാ തലത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നു. പക്ഷേ ചർച്ചകൾ നടക്കുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, എന്നെ സൈഡ് ലൈൻ ചെയ്യാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതിനുശേഷം പാർട്ടി തരുന്ന ഔദ്യോഗികമായ ഉത്തരവാദിത്വം സ്വീകരിച്ച് വരാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് മടിയുമുണ്ടായില്ല. പക്ഷേ ഞാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളെക്കുറിച്ചൊരു ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ട് വേണം മുന്നോട്ട് വരാൻ എന്നായിരുന്നു എൻ്റെ ആവശ്യം. പക്ഷേ അത് പരിഹരിക്കപ്പെട്ടില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് പലപ്പോഴും BJP നേതൃത്വം വളരെ നല്ല രീതിയിലല്ല പ്രവർത്തിച്ചു പോകുന്നത് എന്നാണ് എനിക്ക് സമീപകാലത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെ തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടായപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണെന്ന് CPMൽ LKG സെൻറ്ററിൽ വരികയും പാർട്ടിയുടെ ബഹുമാന്യായ സെക്രട്ടറി ഗോവിന്ദ മാഷിൽ നിന്ന് ഷാള് സ്വീകരിച്ച് പാർട്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതാണിപ്പോൾ അടിസ്ഥാനപരമായി ഉണ്ടായ ഒരു കാരണങ്ങൾ. പിന്നെ വല്ലതും ചോദിക്കാണ്ട് ചോദിക്കാം. ഓക്കെ.